ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാള സീസൺ 1-ലെ 18 മത്സരാർത്ഥികൾ ഇപ്പോൾ എവിടെയാണ്, അവർക്ക് എന്ത് മാറ്റമാണ് വന്നത് എന്നാണ്. സാബുമോൻ, തരികിട സാബു സീസൺ 1-ലെ ബുദ്ധി രാക്ഷസൻ എന്നറിയപ്പെട്ടിരുന്ന ആളാണ്. ഷോ തുടങ്ങിയപ്പോൾ പലർക്കും സാബുവിനോട് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് തന്റെ ഗെയിം പ്ലാനിലൂടെ എല്ലാവരെയും കയ്യിലെടുത്തു. ഇപ്പോൾ മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വില്ലൻ നടനായി സാബു മാറിക്കഴിഞ്ഞു. രജനീകാന്തിനോടൊപ്പം വേട്ടയ്യൻ എന്ന സിനിമയിൽ അഭിനയിച്ചത് വലിയ വർത്തമാനമായിരുന്നു. പേളി മാണി, ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്നു പേളി. പേളിയുടെ ആ ചിരിയും തമാശകളും ഇന്നും ആരും മറന്നിട്ടില്ല. ഇപ്പോൾ പേളി ഒരു സൂപ്പർ വുമണാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർമാരിൽ ഒരാൾ. നിലയുടെയും നിതാരയുടെയും വിശേഷങ്ങൾ കാണാത്ത മലയാളികൾ ചുരുക്കമാണ്. ശ്രീനീഷ് അരവിന്ദ്, ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ആ പ്രണയം ഒടുവിൽ വിവാഹത്തിലെത്തി. പേളിക്കൊപ്പം ചാനലിലും വ്ളോഗിങ്ങിലൂടെയും ഒക്കെയായി ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. ഷിയാസ് കരീം, ഒരു കൊച്ചു പയ്യനായി ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന് ഫൈനൽ 5-ൽ എത്തിയ താരമാണ് ഷിയാസ്. ഷിയാസിനെ സാബുവും പേളിയും ഒക്കെ കളിയാക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇപ്പോൾ മോഡലിംഗും സിനിമയിലും ഷിയാസ് വളരെ സജീവമാണ്. അരിസ്റ്റോ സുരേഷ്, ഷോയിലെ എല്ലാവരുടെയും സുരേഷ് ഏട്ടൻ. പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും എല്ലാവരുടെയും സ്നേഹം അദ്ദേഹം പിടിച്ചുപറ്റി. ഇപ്പോഴും സിനിമയിലും പാട്ടുകളിലും ഒക്കെയായി സുരേഷ് ഏട്ടൻ സജീവമാണ്. ബഷീർ, 2 വിവാഹം കഴിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടാണ് ബഷീർ ബിഗ് ബോസിലേക്ക് എത്തിയത്. പക്ഷെ തന്റെ നിലപാടുകളിലൂടെ അദ്ദേഹം പലരുടെയും കാഴ്ചപ്പാട് മാറ്റി. ഇന്ന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബറുകളുള്ള വലിയൊരു ബ്ലോഗിംഗ് കുടുംബമാണ് ബഷീറിന്റേത്. അർച്ചന സുശീലൻ, സീരിയലിലെ വിലത്തി വേഷങ്ങളിലൂടെ വന്ന അർച്ചന യഥാർത്ഥ ജീവിതത്തിൽ എത്ര പാവമാണെന്ന് ബിഗ് ബോസിലൂടെയാണ് നമ്മൾ കണ്ടത്. നല്ലൊരു ഗെയിമർ കൂടിയായിരുന്നു അർച്ചന. ഇപ്പോൾ വിവാഹശേഷം വിദേശത്ത് സെറ്റിൽഡ് ആണ്. രഞ്ജിനി ഹരിദാസ്, മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരക. ബിഗ് ബോസിൽ രഞ്ജിനി വന്നത് വലിയ തരംഗമായിരുന്നു. തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന രഞ്ജിനി ഇന്നും ടെലിവിഷൻ ലോകത്തെ റാണിയാണ്. ശ്വേത മേനോൻ, ഒരു വലിയ സിനിമാ താരം എന്ന ഇമേജ് ഒന്നുമില്ലാതെ എല്ലാവരെയും കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും സ്നേഹിച്ച മത്സരാർത്ഥിയായിരുന്നു ശ്വേത. ഇപ്പോൾ സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും സജീവമായി തുടരുന്നു. അനൂപ് ചന്ദ്രൻ, തന്റേതായ ആദർശങ്ങളും സംസാര ശൈലിയും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി. ഇപ്പോൾ സിനിമയ്ക്കൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിച്ചും കൃഷിപ്പണികൾ ചെയ്തുമൊക്കെ ജീവിതം ആസ്വദിക്കുകയാണ് അനൂപ്. ഹിമ ഒലിവിയ, ബിഗ് ബോസ് വീടിനുള്ളിലെ തർക്കങ്ങളിലൂടെയും പ്രണയത്തിലൂടെയും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞ ആളാണ് ഹിമ. ഇപ്പോഴും മോഡലിംഗും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഹിമ സജീവമാണ്. ദിയ സന, സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന ദിയ തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആക്ടിവിസത്തിലും മറ്റും ദിയ സജീവമായി നൽകുന്നു. ദീപൻ മുരളി, സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ദീപൻ ഷോയിൽ നിന്ന് നേരത്തെ ഔട്ടായെങ്കിലും ആളുകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ കുടുംബത്തിനോടൊപ്പം സീരിയൽ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ശ്രീലക്ഷ്മി ശ്രീകുമാർ, ജഗതി ശ്രീകുമാറിന്റെ മകൾ എന്നതിലുപരി നല്ലൊരു ഗെയിമർ കൂടിയായിരുന്നു ശ്രീലക്ഷ്മി. വിവാഹശേഷം ദുബായിൽ സെറ്റിൽഡ് ആണ്. സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. അഞ്ജലി അമീർ, ആദ്യമായി ഒരു ട്രാൻസ് വുമൺ ബിഗ് ബോസിലേക്ക് എത്തുന്നത് അഞ്ജലിയിലൂടെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തുപോയെങ്കിലും ഇന്ന് സിനിമാ മോഡലിംഗ് ലോകത്ത് അഞ്ജലി സജീവമാണ്. മനോജ് വർമ്മ, ഒരു ബിസിനസ് മാനായ മനോജ് വളരെ കുറച്ച് ദിവസമേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തന്റെ ബിസിനസ് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡേവിഡ് ജോൺ, ബിഗ് ബോസ് സീസൺ 1-ൽ നിന്ന് ആദ്യമായി പുറത്തായ വ്യക്തി. ഇന്ന് സിനിമയിലും മോഡലിംഗിലും നല്ല അവസരങ്ങൾ തേടി മുന്നോട്ട് പോകുന്നു. അതിഥി റായ്, കർണാടക സ്വദേശിയാണെങ്കിലും മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറി. ഫൈനൽ വരെ എത്തിയ അതിഥി മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.